എടാ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എടാ ഓൻ പറഞ്ഞു 1 രൂപ പോലും ഓന് കൊടുത്തിട്ടില്ല എന്നാടാ പറഞ്ഞത്. ഓൻ എങ്ങനെ പറയാ? ഫ്ലാഷ് ബാക്ക്. ചെറിയ മാസം ഒരു 5000 രൂപയെങ്കിലും തരാ മനസ്സ് എനിക്ക് കാണിക്കണമെന്ന്. ഇതൊക്കെ എന്ത് ദ്രോഹാടോ, സത്യം നമുക്ക് രണ്ടു കൂട്ടർക്കറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ അക്കിങ്ങി പറയുന്നത്. പക്ഷെ ഇതുവരെ രണ്ടര കൊല്ലതായിട്ട് ഇവന് അതുവരെ കാണിച്ചില്ല. താൻ കൊണ്ടോ ഈ നുണ നട്ടു നോക്ക്, കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. 1 രൂപ പോലും കൊടുത്തിട്ടില്ലാന്ന്. എന്തൊരു പച്ച കള്ളാന്നത്. വെറും നുണയാ, പുളുവടിക്കാൻ ബഹുമിടിക്കുക. അത്രയും പ്രൂഫുകളായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ഷമീർ എന്നല്ല 2 മണിക്കൂർ ഇരുന്ന് പച്ചക്കള്ളം സംസാരിച്ചു എന്നെ കുറിച്ച്. പച്ചക്കള്ളം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇന്നലെ അതിൽ പറഞ്ഞ ആ വീഡിയോയിലും ആ ലൈവിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളം. ഇങ്ങനെയുണ്ടോ കള്ളന്മാരുടെ ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല എന്റെ ഹോബി. ഇതെനിക്ക് ഇതിൽ ആരതൊക്കെ ജീവൻ തകരുമെന്ന് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിരപരാധിയാന്ന് എനിക്ക് തെളിയിക്കണം. വേറെ വഴിയൊന്നുമില്ല. അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു തന്നെയാ ഞാൻ. അവള് കോളേജിലും സ്കൂളിലും LKG-ലും പഠിക്കാത്ത പാഠങ്ങൾ ഞാൻ അവളെ പഠിപ്പിക്കും. ഞാനാരാ മോശം നമുക്ക് അറിയില്ല. മമ്മൂന്റെ കയ്യിൽ തുടങ്ങാം. ഓക്കെ, മമ്മു എൻ്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി. ഓക്കെ, ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ എത്രയോ പൈസ ഞാൻ ഇവന് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരും. എന്താ ഉറക്കം വരുന്നു. ഇതൊക്കെ മമ്മൂൻ്റെ അക്കൗണ്ട് ആയത്. മമ്മൂൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിൻ്റെയും പൈസ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുത്തിട്ടില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഷമീറിന്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചുതരാം. ഷമീറിന്റെ കാര്യം അത് നിങ്ങൾ അറിയണം. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇവൻ അത്രയും കാലം സ്ട്രീം ചെയ്ത് 3-4 ലക്ഷം രൂപ ഞാൻ എടുത്തു. ഓക്കെ, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. 3-4 ലക്ഷം രൂപ ഇവൻ സ്ട്രീം ചെയ്യുന്നതിന്റെ പൈസ എന്റെ കയ്യിലാണ് വന്നുകൊണ്ടിരുന്നെന്ന് പറഞ്ഞല്ലോ. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എന്റെ സെക്കൻഡ് ചാനൽ പേര് മാറ്റിയിട്ട് ഞാൻ ഷമീറിന് കൊടുത്തു. അതായത് എന്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. അച്ഛാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നമ്മള് ശരിക്കും എന്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാല് ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് നീ ഷഡ്ഡി ആയിട്ടാ നിന്റെ ജോലിയാടാ നായിന്റെ മോനെ, നിന്റെ ജോലിയാടാ അത്. അത്രയ്ക്ക് ദേഷ്യം വന്നു.